ഞങ്ങളെയൊക്കെ അനാഥരാക്കി നീ പോവുകയാണോ? അർച്ചന, എന്ത് പ്രശ്നമായാലും നമുക്കത് പരിഹരിക്കാം. പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒരു പ്രശ്നമില്ല. അച്ഛന്റെ അവസ്ഥ നിനക്കറിയാലോ. ഏട്ടൻ പറയുന്നത് കേൾക്കുമോളെ. സച്ചിയെ കൊണ്ട് ഏട്ടൻ മോളോട് മാപ്പ് പറയിക്കാം. എന്നാലും മോള് ഞങ്ങളെ വിട്ടു പോകരുത്. നന്ദേട്ടാ, ഇതുവരെ ഈ കുടുംബത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതില്ല. ഈ വീട്ടിലെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്ത് സന്ധിച്ചു വന്നു. നന്ദേട്ടന്റെ ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടായി. ഇനി അച്ഛന്റെ കാര്യങ്ങൾ നോക്കാനും ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനും സന്ധ്യയ്ക്ക് കഴിയും. ഇല്ല അർച്ചനെ, നിനക്ക് പകരാവാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഈ വീടിന്റെ വിളക്ക് നീ പോവരുത്. ആരും ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും എന്നും ഒരുമിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല. നാളെ ഞാനങ്ങ് മരിച്ചുപോയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിച്ചല്ലേ പറ്റൂ. അങ്ങനൊന്നും പറയല്ലേ. പറയാതിരുന്നാലും സത്യം സത്യമല്ലാതാവില്ലല്ലോ മോളെ. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരും ഒരിക്കലും തിരിയില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചവരും ഒക്കെ ഒരു ദിവസം നമ്മളെ വിട്ടുപോകും. എന്നുവെച്ച് അവരുടെ കൂടെ മരിക്കാൻ നമുക്ക് പറ്റുമോ? ജീവിച്ചല്ലേ പറ്റൂ. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ കുറച്ചു ദിവസം നിൽക്കും, പിന്നെ ഇടയ്ക്കിടെ ഓർക്കും. ഒടുവിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഒരു ദിവസം ഇല്ലാണ്ടാവും. അതാണ് ജീവിതം.